രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടാണ് അതിജീവിത പരാതി നൽകിയത്. വാട്സപ്പ് ചാറ്റ്, ശബ്ദരേഖ അടക്കമുള്ള തെളിവുകളും കൈമാറി. പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറും. പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നതിനിടയിലാണ് അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ ശബ്ദരേഖ പുറത്തു വന്ന സമയത്ത് പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ആരും മൊഴി നൽകാതായതോടെ അന്വേഷണം വഴിമുട്ടിയിരുന്നു. അതേസമയം ഇന്ന് രാവിലെ രാഹുലിനെതിരെ AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന B. സജൻ പരാതി നൽകിയിരുന്നു. വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. ഡിജിറ്റൽ തെളിവുകളടക്കം യുവതി മുഖ്യമന്ത്രിക്ക് കൈമാറി. പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭഛിദ്രത്തിനും നിർബന്ധിക്കുന്ന ശബ്ദരേഖകളാണ് പുറത്തുവന്നത്. ഇതിനു മുമ്പ് പുറത്തുവന്ന ശബ്ദരേഖയെ തുടർന്ന് വിവാദമാവുകയും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. രാഹുലിൽ നിന്ന് ഗർഭം ധരിച്ചു, അതിനെ നിർബന്ധിച്ചതും ഗർഭചിത്രത്തിന് പിന്നീട് നിർബന്ധിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ആരോപിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. പെൺകുട്ടിയോട് പരിഹാസത്തോടെയും ക്രൂരമായും പ്രതികരിക്കുന്ന രാഹുലിന്റെ ശബ്ദരേഖയും കേൾക്കാം. ഇതിനൊപ്പം പുറത്തുവന്ന വാട്സപ്പ് ചാറ്റിൽ കുട്ടി വേണമെന്ന് പറയുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ആദ്യം പുറത്തുവന്ന ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും അടിസ്ഥാനമാക്കി ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. 5 പേർ ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. പരാതി നൽകിയവരെല്ലാം മൂന്നാം കക്ഷികളായിരുന്നു. എന്നാൽ ഗർഭചിത്രം നടത്തേണ്ടി വന്ന യുവതി ഇതുവരെ മൊഴി നൽകുകയോ പരാതി നൽകുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യുവതി തന്നെ നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ്.